പ്രീത, ഈ എമ്പുരാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ സെൻസർ ബോർഡ് അല്ലെ, സെൻസർ ബോർഡ് 17 കട്ട് അത് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു ഈ വിവാദമായിരിക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ട്. അപ്പോ ഈ 17 കട്ട് എന്ന് പറയുന്നത് ഒരു ഔദാര്യം പോലെയാണല്ലോ ഈ പടത്തിന്റെ നിർമ്മാതാക്കളായ പൃഥ്വിരാജിന്റെ ഭാര്യ സുപ്രിയയൊക്കെ പറയുന്നത് കേട്ടാൽ ഒരു ഔദാര്യം പോലെയാണ്. ശരിക്കും പറഞ്ഞ ഔദാര്യമൊന്നുമല്ല, കട്ട് ചെയ്തിട്ട് നീ കളിച്ചാൽ മതി എന്ന് പറയുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം. എന്താണ് കുറിച്ച് പറയാനുള്ളത്? അതായത് സുപ്രിയ പറഞ്ഞത് ആളറിഞ്ഞ് കളിക്കണം എടാ എന്നുള്ള രീതിയിലാണ് സുപ്രിയയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത്. ഈ പറയുന്ന പോലെ ഔദാര്യം എന്ന് പറയുന്നത് പൃഥ്വിരാജിന്റെയും മോഹൻലാലിന്റെയും അവരുടെയൊക്കെ ഒരു ഭാഗത്ത് നിന്ന് ഒക്കെയാണ് പറയുന്നത് ഈ ഔദാര്യം എന്നുള്ള നിലയിൽ. സത്യം പറഞ്ഞാൽ ഒരു കാര്യം ചേട്ടൻ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഇവിടെ ആദ്യം പറഞ്ഞു രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു എന്താണ് ഞാൻ സിനിമ കാണുമെന്ന്. പിന്നീട് മൂപ്പര് ഡൽഹിയിലേക്ക് പോയി, അവിടെ നിന്ന് തീരുമാനം മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വരികയാണ്. അപ്പോ ഇതിന്റെ ഒരു ആകെ തുക എന്ന് പറഞ്ഞു തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നു ഇതിന്റെ ആദ്യമായിട്ട് പറയേണ്ടത് ഈ കട്ട് വരുന്നത് കേന്ദ്രത്തിൽ നിന്ന് തന്നെയാണ്. അതറിയാണ്ട് അതിനെക്കുറിച്ചുള്ള വാർത്തകൾ, അതായത് നാഷണൽ ഡെയിലിയിലൊക്കെ ഈ വാർത്തകൾ വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും കൊടുക്കില്ലല്ലോ, സ്വാഭാവികമായി അത് മുക്കുമല്ലോ. അപ്പോ ഇവിടുത്തെ മാധ്യമങ്ങളാണ് പറയുന്നത് ഇതൊക്കെ കട്ട് ചെയ്യാൻ പറഞ്ഞു. ഇത് സത്യത്തിൽ ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്, അമിത്ഷായുടെ ഓഫീസിൽ നിന്ന് കൃത്യമായി എന്താ പറയാ നിർദ്ദേശം ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് എല്ലാ ദിവസവും ചേട്ടനൊക്കെ അറിയാമല്ലോ, എല്ലാ ദിവസവും IB കൃത്യമായി ഒരു ദിവസം നടക്കുന്ന നമ്മുടെ രാജ്യത്തെ ശ്രദ്ധിക്കപ്പെട്ട റിപ്പോർട്ടുകളെല്ലാം ഇവർക്ക് കൊടുക്കണമല്ലോ. അതിൽ എംപുരാൻ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോ ആ എംപുരാൻ, അതായത് ഈ സിനിമ 2 തട്ടിൽ നമ്മുടെ ജനങ്ങളെ 2 തട്ടിലാക്കും. അതൊരു പ്രക്ഷുബ്ധമായ കാലാവസ്ഥയിലേക്ക് പോകും, കലാപത്തിലേക്ക് പോകും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ റിപ്പോർട്ട് കണ്ടപാടെ അമിത്ഷാജിയുടെ ഓഫീസിൽ നിന്ന് അശ്വിനി വൈഷ്ണവാണ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ, ആ വഴി നേരെ ഈ പറയുന്ന CBFCയുടെ ഓഫീസിലേക്ക് പോവുകയും അവിടെ നിന്ന് കൃത്യമായി ഈ പറയുന്ന കാര്യങ്ങളിൽ കട്ട് വേണമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തത് മാത്രം പോരാ, ഇവിടെ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് പോലല്ല, ഈ കട്ട് ചെയ്തത് മാത്രമല്ലാതെ ഈ കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും സർട്ടിഫിക്കേഷന് അപേക്ഷിച്ച് വീണ്ടും സർട്ടിഫൈ ചെയ്താൽ മാത്രമേ ഇത് ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് വരികയുള്ളൂ. ഏതാണ്ട് ഈ സിനിമ നിരോധിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ചേട്ടന് വഴി മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഈ സിനിമ പോകുന്നത് ഇനി ഇത്രയേറെ ശ്രദ്ധ ഈ കാര്യത്തിൽ എന്തിനു വന്നു എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ പറയുന്നത് പോലെ സുപ്രിയ മേനോൻ അവരാണ് പറഞ്ഞത് ആളറിഞ്ഞ് കളിക്കടാ എന്നുള്ള രീതിയിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. അത് അവർക്ക് തന്നെ വിനയായി. അതായത് അവര് സ്വന്തം ഭർത്താവിന്റെ കാല് വെട്ടിയ അവസ്ഥയായി. ഈ കുറച്ചു നാൾ മുമ്പ്, എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിനൊക്കെ മുമ്പ് BBC-യുടെ ഒരു ഡോക്യുമെന്ററി ഉണ്ടായിരുന്നു, ഇന്ത്യ ദ മോദി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട്. ചേട്ടന് ഓർമ്മയുണ്ടാകും, അത് വളരെ വിവാദം ഉണ്ടായിരുന്നു. BBC-ക്ക് ബാൻ അങ്ങനെ വരുന്നതൊക്കെ ആ ഒരു സമയത്താണ്. അപ്പൊ ഗുജറാത്ത് കലാപത്തെ കുറിച്ചായിരുന്നു പ്രതിപാദിക്കുന്നതായിരുന്നു ഇത്. എന്നിട്ട് വൻ വിവാദമായിരുന്നു. സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതേ പ്രൊപ്പഗാൻഡ, ഇതേ പ്രൊപ്പഗാൻഡ അന്ന് ഒരു ഡോക്യുമെന്ററി ആയിട്ട് മാത്രം ഇത് ഇറങ്ങിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് വളരെ ചുരുക്കം ആളുകളിലേക്ക് പോകുമായിരുന്നുള്ളൂ. ഈ സുപ്രിയ മേനോൻ എന്ന് പറയുന്ന വ്യക്തി BBC-യുടെയും NDTV-യുടെയും ഒക്കെ ലേഖികയായിരുന്നു. അപ്പോ ഇതിന്റെ ബന്ധം അങ്ങനെ കൂടിയുണ്ട്. അപ്പോ ഈ പറയുന്ന ഡോക്യുമെന്ററി എന്താ പറയാ ഫിലിം ബോർഡ് ഓഫ് അതിന്റെ സെൻസർ ബോർഡിന്റെ അനുമതിയോടുകൂടി പുറത്തു വരികയും ജനങ്ങളിലേക്ക് ഇത് വ്യാപിക്കുകയും ചെയ്തു. അപ്പോ പാൻ ഇന്ത്യൻ തലത്തിൽ പോകുമ്പോൾ സെൻട്രൽ ബോർഡിന്റെ വരെ അനുമതിയോടുകൂടിയാണല്ലോ വരുന്നത്. അപ്പൊ ഈ തരത്തിലേക്ക് വരികയും ചെയ്യും. എത്ര ക്രൂപ്ഡ് ആയിട്ടാണ് ഒരു പ്രൊപ്പഗാൻഡ ജനങ്ങൾക്കിടയിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് ഇറക്കാൻ ശ്രമിച്ചതെന്ന് ആലോചിച്ചു നോക്കണം. അപ്പൊ ഇതാണ്
ഈ പറയുന്ന കാര്യത്തിൽ ഉള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് ഈ പറയുന്ന മോദി ദ ഇന്ത്യ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഇന്ത്യ ദ മോദി ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഡോക്യുമെന്ററി, BBC-യുടെ ഡോക്യുമെന്ററി അതെ വലിയ വിഷയമായിരുന്നു. ആ സബ്ജക്ട് തന്നെയാണ് ഇതിലൂടെ പുറത്തു വിട്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി അമിത്ഷായെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, അമിത്ഷായെ കുറിച്ച് മാത്രമല്ല ചേട്ടാ, ഇതിലിപ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ IB അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. IBയുടെ അന്വേഷണം ഇതിൽ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോ ഇതിൽ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അതിൽ ഈ സെൻട്രൽ ബോർഡിലുള്ള സെൻസർ ബോർഡിലുള്ള ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ദേശീയ പതാകയെ അപമാനിക്കുന്ന തരത്തിലുള്ള ക്ലിപ്പിംഗ് പോലെ അതിലുണ്ട്. ഈ പറയുന്ന സത്യത്തിൽ നായകൻ പൃഥ്വിരാജാണ്. മോഹൻലാലിനെ അതിൽ കൂടി നടത്തി വിട്ടിട്ടുണ്ട്. അപ്പോ പൃഥ്വിരാജാണല്ലോ നായകൻ. ഈ നായകൻ വരുന്നത് എങ്ങനെയാണ്? ഗുജറാത്ത് കലാപത്തിൽ നിന്ന് അവര് കൊണ്ടുപോയ കുട്ടി ലഷ്കർ ഇ തൊയ്ബയിൽ നിന്ന്, ലഷ്കർ ഇ തൊയ്ബ എന്ന് പറയുന്നത് ആഗോള വ്യാപകമായിട്ട് ബാൻ ചെയ്ത ഭീകരവാദ സംഘടനയാണ്. ആ സംഘടനയിൽ നിന്ന് പരിശീലനം ലഭിച്ച ഒരാളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. ആ കൊണ്ടുവരുന്ന ആള് ഹിന്ദുക്കളെ കൊല്ലുകയാണ്. അതായത് ഈ ലഷ്കർ ഇ തൊയ്ബയിൽ നിന്ന് പരിശീലനം ലഭിച്ച പൃഥ്വിരാജിനെ ഒരു വീരപുരുഷനായിട്ട് കാണിക്കുകയാണ് ഈ സിനിമയിൽ. ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ നാട്ടില് വീരപുരുഷനായിട്ട് കാണിക്കാനായിട്ട് വേറെ ഒരാളെയും കണ്ടില്ല. ഭീകരവാദ സംഘടനയുടെ ട്രെയിനിങ് കിട്ടിയ ആളാണ്. അപ്പൊ ഇവിടെ സുഡാപ്പികൾ കൈയടിക്കും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ സുഡാപ്പികൾ കൈയടിക്കുമ്പോ പറഞ്ഞ രീതിയിലുള്ള പിന്തുണ, അതായത് നൈസായിട്ട് ഇത് മോഹൻലാലിനെ വെച്ച് ഇറക്കി കളിപ്പിക്കാൻ നോക്കിയപ്പോഴും അവിടെ പാളിപ്പോയി. അവിടെ പൃഥ്വിരാജിന് പാളിപ്പോയി. അപ്പൊ ഈ ബന്ധം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. മറ്റൊരു കാര്യം ചേട്ടൻ ഓർക്കുന്നുണ്ടോ എന്നറിയാം, പൃഥ്വിരാജിന്റെ ഫ്ലാറ്റിൽ നിന്ന് 2022 ഒരു ആളെ പിടികൂടിയായിരുന്നു. കഞ്ചാവും LSD സ്റ്റാമ്പും ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കൈവശം വെച്ചതിനായിരുന്നു പിടികൂടിയത്. അത് ഈ പറയുന്ന കൃത്യമായ വിവരം ലഭിച്ചതിനെ തുടർന്ന് പൃഥ്വിരാജിന്റെ ഫ്ലാറ്റ് 85,000 രൂപ മാസവാടകയ്ക്ക് എടുത്തിട്ടാണ് ഇയാൾ താമസിച്ചിരുന്നത്. അയാളുടെ പേര് നുജൂം സലീംകുട്ടി എന്നോ മറ്റോ ആണ്. അപ്പൊ ആ ആള് താമസിച്ചിരുന്നത്. പക്ഷേ ഇതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. കാരണം പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു ബിംബം അവിടെ നിൽക്കുകയാണല്ലോ. അതുകൊണ്ട് അതിന്റെ അന്വേഷണം പോകാൻ പറ്റില്ല. ഇയാളെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു പോയിരുന്നുവെങ്കിൽ ഈ പറഞ്ഞ പോലെ അന്വേഷണം എവിടെ ചെന്ന് നിൽക്കുമായിരുന്നു എന്ന് കൂടി ആലോചിച്ച് നോക്കണം. അപ്പൊ ഈ പറയുന്ന സിനിമ എന്തായാലും എനിക്ക് തോന്നുന്നില്ല അധികം ഓടുമെന്നുള്ളത്. എന്തായാലും അതിന്റെ കാമ്പ് മുഴുവൻ ഇവർ ഉദ്ദേശിച്ച ചില ഭാഗങ്ങളുണ്ടല്ലോ, ആ ഭാഗങ്ങളാണ് കട്ട് ചെയ്യാൻ പറഞ്ഞത്. കാമ്പുള്ള ഭാഗങ്ങളെന്ന് അവർ ധരിച്ച് അവർ ചിത്രീകരിച്ച് പുറത്തിറങ്ങിയ ആ ചിത്രത്തില് അതെല്ലാം തന്നെ വെട്ടി മാറ്റി കഴിയുമ്പോൾ 17 ഗീറായി വെട്ടി കഴിയുമ്പോൾ എഡിറ്റ് ചെയ്ത് പിന്നെ നോക്കുമ്പോൾ ആ ചിത്രത്തിൽ പിന്നെ ചിലപ്പോൾ മണിക്കൂറുകൾ തന്നെ നഷ്ടം വന്നേക്കാം. പിന്നെ അതിൽ നമ്മൾ അല്പം മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ എഴുതി വെക്കപ്പെട്ടൊരു തിരക്കഥ ചിത്രീകരിച്ച ഭാഗങ്ങളൊക്കെ പോയി കയ്യും കാലും ഇല്ലാത്ത ഒരു മനുഷ്യന്റെ അവസ്ഥയിലേക്ക് പോകും എന്ന് തന്നെ പറയേണ്ടി വരും.